ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി നൽകാൻ തീരുമാനം. 2 മാസത്തേക്കാണ് ഗാർഹിക തൊഴിലാളികളെ അഥവാ ആർട്ടിക്കിൾ 20 വിസക്കാരെ സ്വകാര്യ മേഖലയിലേക്ക് അഥവാ ആർട്ടിക്കിൾ 18 വിസയിലേക്ക് മാറാൻ അവസരം നൽകുക എന്ന് അധികൃതർ അറിയിച്ചു. നിരവധി പ്രവാസികൾക്കാണ് ഈ തീരുമാനം വലിയ അനുഗ്രഹമാകുന്നത്. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹാണ് ഇത് സംബന്ധമായ തീരുമാനം പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുകയാണ് ഈ വിസ ട്രാൻസ്ഫർ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചു. നിലവിൽ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ വിസ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതിന് വിലക്കുണ്ട്. തൊഴിൽ വിപണിയിലെ ആവശ്യവും വിതരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരുന്ന മുറയ്ക്ക് തീരുമാനം പുനർപരിശോധിക്കുമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ദുബൈയിലെ പ്രവാസികൾക്ക് ഇനി അവരുടെ വീടുകളിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്താം. VFS ഗ്ലോബലും AMHSും ചേർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സർവീസ് ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ ദുബൈയിൽ UAE റെസിഡൻസ് വിസയുള്ള പ്രവാസികൾക്ക് നിയുക്ത മെഡിക്കൽ സെന്റർ സന്ദർശിക്കാതെ തന്നെ അവരുടെ മെഡിക്കൽ ചെയ്യാൻ സാധിക്കും. VFS ഗ്ലോബൽ വഴി പ്രീമിയം ഓഫറായാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സേവനം ലഭ്യമാവുക. റെസിഡൻസി വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി A വിസ ഉടമകൾക്കും ഈ സേവനം ലഭ്യമാകും. കേന്ദ്രങ്ങളിൽ നൽകുന്ന സ്റ്റാൻഡേർഡ് മെഡിക്കൽ പരിശോധനാ സേവനങ്ങളിലേക്കുള്ള ഓപ്ഷണൽ ആഡ് ഓൺ ആണിത്. ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രക്രിയയിലൂടെ നേരിട്ട് അവരുടെ മെഡിക്കൽ പരിശോധന അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. അതിനായി പാസ്പോർട്ട് കോപ്പി, താമസാനുമതി അല്ലെങ്കിൽ വിസ കോപ്പി, വെള്ള പശ്ചാത്തലമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എമിറേറ്റ്സ് ID കോപ്പി എന്നീ രേഖകളാണ് ആവശ്യമായി വരുന്നത്. ഒമാനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രമോഷൻ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നതിന് ഇനി മുതൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന തീരുമാനവുമായി അധികൃതർ. വിപണിയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ സഹായിക്കലുമാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം. എന്നാൽ പ്രമോഷനുകൾക്ക് മന്ത്രാലയം ചില വ്യവസ്ഥകൾ പുറപ്പെടുവിച്ചു. പരമാവധി 30% വരെ മാത്രമേ ഓഫറുകൾ നൽകാവൂ. ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ നൽകരുത്. ഇത്തരത്തിൽ ഒരു മാസത്തിൽ 3 തവണ വരെ പ്രമോഷനുകൾ സംഘടിപ്പിക്കാവൂ. അതേസമയം ഡിസ്കൗണ്ടുകളോ പ്രമോഷനുകളോ നൽകാൻ ഉദ്ദേശിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ ഇമെയിൽ വഴി അറിയിച്ചിരിക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ഒമാനിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്താൻ നീക്കം. നികുതി ഏർപ്പെടുത്താനുള്ള ഒമാന്റെ പദ്ധതി പ്രവാസികൾക്കും ബാധകമാകും. അതേസമയം 9% കുറഞ്ഞ നിരക്കിലാണ് നികുതി ഈടാക്കുന്നത്. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായി എണ്ണയിതര വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാമ്പത്തിക മേഖലയെ വൈവിധ്യവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ഇൻകം ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത്. ഖരീഫ് സീസണിൽ പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഖരീഫ് കാലത്ത് വാണിജ്യ മേഖലയെ സജീവമാക്കുക എന്നിവ കൂടിയാണ് ലക്ഷ്യം. ഇതുവഴി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരാൻ കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന വേളയിൽ ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും. ഇത് തൊഴിലുടമകളെയും സഹായിക്കും. അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. തുടർച്ചയായ പരിശോധനകളും മന്ത്രാലയം നടത്തും. എന്നാൽ ഖരീഫ് കാലത്ത് ദോഫാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സൗകര്യമൊരുങ്ങും. നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭിക്കും. ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ല വിലായത്തിൽ വീടിന് തീപിടിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്നലെ രാവിലെ ആയിരുന്നു സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഒരു മാസത്തിനിടെ നിരവധി തീപിടുത്തങ്ങളാണ് വിവിധ ഗവർണറേറ്റുകളിലായി ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. ഇവയിൽ വലിയ നാശനഷ്ടങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് താമസ സ്ഥലത്തും തൊഴിൽ സ്ഥലങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം തുടർച്ചയായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യൻ എംബസിയിൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൻ ബിരുദധാരിയായിരിക്കണം. ഇംഗ്ലീഷ് വായിക്കുന്നതിലും എഴുതുന്നതിലും സംസാരിക്കുന്നതിലും നിപുണനായിരിക്കണം. അറബിക്, ഹിന്ദി ഭാഷയിൽ പരിജ്ഞാനം വേണം. പോസ്റ്ററുകൾ, ബ്രോഷറുകൾ, വിഷ്വൽ കണ്ടന്റ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിലും വീഡിയോ എഡിറ്റിംഗിലും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. റിപ്പോർട്ടുകൾ, കത്തുകൾ, മറ്റ് ഒഫീഷ്യൽ രേഖകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ അറിവുണ്ടാകണം. എംബസി ജീവനക്കാർക്ക് ആവശ്യമായ വിവിധ സേവനങ്ങളിലും സഹായിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 12 അപേക്ഷകന് കാലാവധിയുള്ള ഒമാൻ റെസിഡന്റ് വിസ ഉണ്ടായിരിക്കണം. അപേക്ഷകന്റെ പ്രായം 21നും 40നും ഇടയിലായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. ഒമാനിലെ പണപ്പെരുപ്പം 0.9% ഉയർന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മെയ് മാസത്തിലാണ് നേരിയ പണപ്പെരുപ്പം രൂപപ്പെട്ടത്. ഭക്ഷ്യ ശീതളപാനീയ ഗ്രൂപ്പുകളുടെ വിലയിൽ 3.8%, വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയിൽ 3.3%, ആരോഗ്യം 2.4%, വിനോദം 0.6%, പുകയില 0.6%, ഭവനം, വെള്ളം, വൈദ്യുതി എന്നിവയിൽ 0.6%യും വർധനവുണ്ടായി. മധ്യാഹ്ന വിശ്രമം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ മാനവ വിഭവശേഷി മന്ത്രാലയം പരിശോധന ശക്തമാക്കി. ഇതിനോടകം നിയമം ലംഘിച്ച 49 കമ്പനികൾക്കെതിരെ മന്ത്രാലയം നടപടി സ്വീകരിച്ചു. ജൂൺ 1 മുതൽ ഇതിനോടകം 143 ഫീൽഡ് വിസിറ്റും 72 ബോധവൽക്കരണവും നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പുറം തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെയും വിശ്രമത്തിന് സൗകര്യമൊരുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയുമാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 1000 റിയാൽ വരെ പിഴയും 1 വർഷത്തിൽ കൂടുതൽ തടവുമാണ് നിയമലംഘനത്തിനുള്ള ശിക്ഷ. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള 3 മാസങ്ങളിൽ എല്ലാ വർഷവും പുറം തൊഴിലെടുക്കുന്നവർക്ക് മന്ത്രാലയം മധ്യാഹ്ന വിശ്രമം അനുവദിക്കാറുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് സിറ്റി വരുന്നു ഖസായിനിലാണ് വരുന്നത്. ഖസായിൻ എക്കോണമിക് സിറ്റിയോട് ചേർന്ന് 10 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിക്കുന്നത്. ഇതിലെ പ്രധാന ഭാഗമായാണ് ഭക്ഷ്യനഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കേജിംഗ്, വിതരണം, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് സോൺ ഇവിടെ ഉണ്ടാകും. ഒമാനിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹബ്ബാകുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം 40 ദശലക്ഷം ഒമാനി റിയാലാണ്. സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പിന്തുണയേകുന്നതാണിത്.